ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അച്ഛാമാരെ ഇന്നൊരു തിങ്കളാഴ്ച ദിവസം ഉണ്ടായി ഇറങ്ങിയേക്കണത്. എൻ്റെ 2 വീഡിയോസ് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്, ഗോപ്രോ ഒന്നും. അത് ഞാൻ മണ്ടത്തരം കാണിച്ചതാണ്. അതുകൊണ്ട് 2 എപ്പിസോഡ് എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. സാരില്ല, ഇന്നിപ്പോൾ 9:15 ഇറങ്ങിയേക്കണത്. വണ്ടി ഇന്നലെ വീടിൻ്റെ അങ്ങോട്ടിട്ട് നല്ല രീതിയിൽ ഞാനും ടർബോ കൂടി ഒന്ന് കുളിപ്പിച്ചെടുത്ത് കുട്ടപ്പനാക്കിയിട്ടാ. ഇന്നത്തെ പരിപാടി നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡേ. എയ്ദൂസ് ഓടി വന്നിട്ടാ. എയ്ദൂസ് മേള വരുന്നു വീട്ടിൽ കിടന്ന്. എഡ്ഡൂസേ പപ്പ പോട്ടെ ഡാ, ടാറ്റാ, ഹൈഫൈ ഹൈഫൈ. എയ്ദൂസ് കരഞ്ഞ് ഗൈസ്. അപ്പോൾ ചമരെ, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡേ. ഇന്ന് ബാക്കിൽ അമ്മ ഇരിക്കണേടാ. സോ അമ്മേനായിട്ട് നേരെ നമുക്കിന്ന് ഫോർട്ട് കൊച്ചിയിൽ വരെ പോകണം. നമുക്ക് എന്തോ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മളിന്ന് നേരെ അമ്മനെ ഫോർട്ട് കൊച്ചി കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഊബർ ഓണാക്കൂടെ. അമ്മനെ ഇവിടെ SBIയുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ എന്തോ ഒരു സംഭവമൊക്കെയാണ് നമുക്ക്. അത് നമ്മുടെ ഫോർട്ട് കൊച്ചി തന്നെ ആയിരുന്നു, ആ ബീച്ചിൻ്റെ സൈഡിൽ ഇവിടെ SBI. അവിടെ കണ്ട് ഡ്രോപ്പ് ഇട്ട് പിന്നെ നമുക്ക് ഈ ചേട്ടനൊരു ലോട്ടറി എടുത്തേക്കാം. അയ്യോ, എന്തു പറ്റി ചേട്ടാ, എന്തു പറ്റി? കുടിച്ചിട്ടുണ്ടാ? കാശ് പോയാ? പുള്ളി ഇത്തിരി മദ്യപിച്ചിട്ടുണ്ട് ഗൈസ്. രോഗമാണ്. നടക്കാൻ പറ്റാത്തതുകൊണ്ട് സങ്കടം തോന്നി ഒരെണ്ണം ഒരു ലോട്ടറി എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതേ കുടിച്ച് തലയും കുത്തി നെറ്റിയൊക്കെ പൊട്ടി വീണ് കിടക്കണം. ഒന്നാമതേ നടക്കാൻ അവധിയില്ല, അതിൻ്റെ ഇടയിൽ മദ്യപിച്ചും കൂടി, അതും ലോട്ടറി വിട്ടിട്ട്. പക്ഷെ എന്ത് പറയാ, മദ്യപിച്ചിട്ടുണ്ടാന്ന് ചോദിച്ചത് വേറെ ഒന്നല്ല, പുള്ളിയുടെ കണ്ണൊക്കെ കലങ്ങിയിരിക്കണായിരുന്നു. നമ്മ വന്ന് പൊക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ധവനാണ് തള്ളിയിട്ടേന്ന് പറഞ്ഞാൽ തീർന്ന. ബാക്കിയുള്ളവരൊക്കെ കൂടി എൻ്റെ നെഞ്ചത്തോട്ട് കയറും. ഇത് തന്നെ സംഭവിക്കാൻ പോണത്. ക്യാമറ ഓണാക്കിയതുകൊണ്ട് കറക്റ്റ് സാധനങ്ങൾ ഇട്ടുകയും ചെയ്ത്. പിന്നെ ഞാൻ ബ്ലറാക്കിയേ കാണിക്കുള്ളൂ. ഒരാളെ നാറ്റിക്കേണ്ട കാര്യം എനിക്കില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഗ്ലാസ്സിൽ കണ്ട എന്തോ വീണിട്ടുണ്ട്, അതൊന്ന് തുടച്ച് ക്ലീൻ ആക്കട്ടെ, എന്നിട്ട് സെറ്റ് ചെയ്യാട്ടാ. ഓക്കെ ഗൈസ്, ഊബറിൽ കൊടുക്കാനൊന്ന് 150 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അത് ഊബർ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ. അപ്പോൾ സോ ഞാൻ കൊടുത്ത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ട്രിപ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാം. ഞാൻ മണ്ടത്തരം കാണിച്ചു ഗൈസ്. CNG ഷോർട്ടാണ്, 3 കട്ട CNG ഉള്ളൂ. 116 കിലോമീറ്റർ ഓടി, മാക്സിമം ഒരു 30 കിലോമീറ്റർ ഓടി, അത്രയൊക്കെ ഓടുള്ളൂ. സോ വല്ല ഗസ്റ്റിനെയും കിട്ടി പോകുമ്പോൾ നമുക്ക് അടിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ക്ലീനപ്പ് ആക്കട്ടെ. ക്ലീൻ ആക്കാൻ സമയം കിട്ടില്ല ഗൈസ്. അപ്പോൾ തന്നെ ട്രിപ്പ് അടിച്ച് വൈറ്റില ഹബിലേക്കാണ് കാണിച്ചത്. സോ പോയി പിക്ക് ചെയ്തിട്ട് ബാക്കി നോക്കാടാ. ഓക്കെ, പോയി പിക്ക് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് വൈറ്റിലല്ലേ CNG അടിക്കുമ്പോൾ വേറെ തുറക്കാം. ഞാനിത് ഇപ്പോഴാണ് കണ്ടത്. എന്നാലും ആ ലോട്ടറി ചേട്ടൻ്റെ സീനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഷോ, നടക്കാൻ വയ്യാത്തവർ ഒരിക്കലും ഇങ്ങനെ മദ്യപിച്ച് അല്ലേ ലക്കിട്ട് നടക്കരുത്. 2 രൂപ അടിക്കുക, മദ്യപിച്ച് ലക്കിട്ട് നടക്കണത് ശോകമായിരിക്കും. എന്തു പറ്റി ചേട്ടാന്ന് ചോദിച്ചപ്പോൾ തന്നെ പുള്ളിയുടെ കണ്ണും നെറ്റിയൊക്കെ പൊട്ടിയിരിക്കണം. ആകെ സീൻ ശോകം. രാവിലെ തന്നെ, അതും രാവിലെ തന്നെ അടിച്ച് സെറ്റായിട്ട് പോകണമെന്നൊക്കെ ശോകമാണ്. എനിവേ, ഓരോ ജീവിതങ്ങൾ, എന്ത് പറയാൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
പിന്നെ ചിലവർ ചോദിക്കും വീണിട്ട് എന്താണ് ബ്രോ ഒന്ന് എണീറ്റ് പൊക്കാനേന്ന് ചോദിക്കും. എൻ്റെ പൊന്നാച്ചാൻ വരെ വെള്ളം അടിച്ചിരിക്കണ ഒരാളുടെ അടുത്തും പോയും ഒന്നിനും നിൽക്കരുത്, മനസ്സിലായ? വെള്ളം അടിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് നമ്മ അടുത്തെത്തി കഴിഞ്ഞ് അല്ല കത്തിയെടുത്ത് പള്ളയെ കയറ്റുമ്പോഴായിരിക്കും ദൈവമേ അയാൾ മദ്യപിച്ചിട്ട് നിൽക്കണായിരുന്നു. സങ്കടം തോന്നിയിട്ട് പൊക്കിയതാണ്, പക്ഷെ ജീവൻ പോണത് നമ്മുടെ ആയിരിക്കും, മനസ്സിലായ? അതുകൊണ്ട് ഞാൻ ആ പരിപാടി കേൾക്കൂല ഗൈസ്. നമുക്കറിയാലോ, ഓരോരുത്തരെ കാണുമ്പോൾ മനസ്സിലാവല്ലോ. അങ്ങനെ നോക്കി ചെയ്താൽ മതി. നല്ലൊരു മേടം വരുന്നുണ്ടാ. നമുക്ക് ഇനി CNG അടിച്ചിട്ട് പോവാം. കാരണം ഇപ്പം അത് കാക്കനാടേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 212 രൂപ. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫ്ലൈനാക്കി ഇട്ടേക്കാം, കാരണം ചെറിയൊരു സീനുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ആദ്യം CNG അടിക്കാം, എന്നിട്ട് ഞാൻ സീൻ പറയാട്ടാ. ഇത് നല്ലൊരു മേടം വരുന്നുണ്ടാ. മേടം മീൻസ് നല്ല അടിപൊളി. ഒരു വാക്ക് വേണ്ടിയിട്ടില്ല, പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ 500 റുപ്പീസ് എന്നിട്ട് ഒരു 100 റുപ്പീസ് എന്നാൽ മതി നൈസ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത്. ഒന്നും മിണ്ടിയില്ല, പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നൈസ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ടിപ്പ് തന്നു, മനസ്സിലായ? കമ്പനി ആയില്ല, പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നൈസ് ഡ്രൈവിംഗ് എന്നിട്ട് എനിക്ക് ടിപ്പ് തന്നു. അടിപൊളി. എന്തായാലും ഞാൻ CNG അടിക്കട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. ജസ്റ്റ് ഒരു 610 രൂപ തന്നെ അടിച്ചപ്പോൾ തന്നെ ഫുള്ളായിട്ടാ. കാരണം 2 8 ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 750 790 കയറണം. അപ്പോൾ ഫുള്ളാക്കിയിട്ടുണ്ട്. ഞാൻ ട്രിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ട്രിപ്പ് ഇടണ വെറുതെയാണ്, എന്നാലും ട്രിപ്പ് ഇട്ട് വെച്ചേക്കാം ഒരു മനസ്സമാധാനം. പിന്നെ എന്താണ് സീനെന്നല്ലേ? സീനെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളടുത്ത് പറഞ്ഞാന്ന് എനിക്കറിയില്ല. എനിക്ക് ചെറിയൊരു തലവേദന 2-3 ദിവസമായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മൂക്കിൽ ചെറിയൊരു ദശ വളരാറുണ്ടായിരുന്നു പണ്ട്. അത് 2 വർഷം മുമ്പ് ചെറിയൊരു ദശ ഇങ്ങനെ വളരാറുണ്ടായിരുന്നു. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മൂക്കിനുള്ളിൽ ഇങ്ങനെ ചെറിയൊരു ദശ വളരണ ഒരു സംഭവം എനിക്ക് വന്നിട്ട് ഞാനതൊരു ഹോമിയോ ഡോക്ടറെ ചെന്ന് കണ്ട് അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് പുറത്തേക്കായിരുന്നു ദശ വളരണത്. ഇപ്പം എനിക്ക് തോന്നണത് ആ ദശ മേളിലോട്ട് വളരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. കാരണം ആ ഒരു ഇറിറ്റേഷൻ എനിക്ക് ഇപ്പം ഉണ്ട് കേട്ടോ. സോ നമ്മുടെ ഇവിടെ പൊന്നൂരിന്നുള്ള ഒരു സന്ധ്യ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്ടാ ഞാനന്ന് കാണിച്ചതിന് മാറ്റിയെടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും വൈറ്റിലല്ല വന്നേക്കണത്. CNG അടിച്ച് ഫുള്ളാക്കിയിട്ടുണ്ട്. നേരെ ചെന്ന് ആ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഒരു ഹോമിയോ മരുന്ന് മേടിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാടാ. കാരണം ചെറിയ സീനാണ്. തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലൊക്കെ നല്ലൊരു എന്തോ ഒരു തലയിൽ എന്തോ വന്ന് ഇരിക്കണ പോലത്തെ ഒരു ഫീലൊക്കെ. സോ ഒന്ന് ജസ്റ്റ് ചെന്ന് നമുക്കൊന്ന് കാണിക്കാം, എന്നിട്ട് എന്താ പറയണേന്ന് നോക്കിയിട്ട് ഞാൻ പറയാട്ടാ. ഡോക്ടർ ഇപ്പോൾ അവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ആ സ്ഥലം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ നല്ല എഫക്റ്റീവായിട്ടുള്ള മരുന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വരാൻ. ഞാൻ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടേക്കണായിരുന്നു വൈറ്റിലയിലേക്ക് ഒരു ട്രിപ്പ് കിട്ടുമ്പോൾ ചെന്ന് കാണിക്കണമെന്ന്. കറക്റ്റായിട്ട് എന്തോ ദൈവം വൈറ്റിലയിലേക്ക് തന്നെ ഫോട്ടോ ചെയ്യുന്ന കൊണ്ടുവന്ന് വന്നേക്കാം. അത് CNG ഉണ്ട്, ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചേക്കണം. സോ ഈ ഏരിയയിൽ എവിടെയോ ആണ്. കാർ കയറാത്തൊരു വഴിയായിട്ടാണ് എനിക്ക് ഓർമ്മ. കാറപ്പോൾ എവിടെയെങ്കിലും ഇട്ടിട്ട് നടന്ന് കയറേണ്ടി വരും. മരുന്ന് മേടിച്ചിട്ടാ. സംഭവം വേറെ ഒന്നുമല്ല, അവർ ഡോക്ടർ പറഞ്ഞത് നമ്മുടെ ആ ദശ ഉണ്ടല്ലോ, മൂക്കിലെ ദശ സ്പ്രെഡ് ആകാനാണ് ചാൻസ് ഉള്ളത്. ചെക്ക് ചെയ്തപ്പോഴും ഉള്ളിൽ ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഈ മരുന്ന് കഴിയണ വരെ നമുക്കിത് നോക്കാം, എന്നിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഇത് വല്ല സ്പ്രെഡ് ആയിട്ടുണ്ടായില്ലേന്ന് നമുക്ക് ആ സമയത്ത് അറിയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് 2 മരുന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 മണിക്കൂർ ഇടവിട്ട് വെള്ളത്തിൽ ചേർത്ത് 1/2 ഔൺസ് വെള്ളത്തിൽ ചേർത്ത് കഴിക്കണമെന്ന് പറയണം. അപ്പോൾ എന്തായാലും ഞാൻ ഈ മരുന്നും കഴിക്കട്ടെ. ഇത് കഴിക്കുമ്പോൾ ഇതും 2 എണ്ണം വെച്ച് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് തീരണ വരെ നമുക്കിനി 2 മണിക്കൂർ ഇടവിട്ട് കഴിക്കേണ്ടി വരും. ഇപ്പോൾ 11:30 കഴിക്കണത്. അപ്പോൾ ഇനി അടുത്ത 2 മണിക്കൂർ ഇടവിട്ട് മരുന്നും ഒരു ഇതായിട്ടാ. നമുക്ക് ഇതിപ്പോൾ ഓർമ്മിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ തന്നെ വെച്ചേക്കാം. ഇന്നത്തെ ഒരു ദിവസം ഇതിൽ ഇങ്ങനെ കുടിക്കാനേ പറ്റുള്ളൂ ഗൈസ്. 9 10 ഗൈസ് നമ്മൾ അങ്ങനെ ഊബർ ഓണാക്കിയിട്ടാ. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് വരാൻ വേണ്ടി കാത്തിരിക്കാടാ. നമുക്ക് നേരെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമായിരുന്നു ആ വണ്ടി ഇല്ലായിരുന്നെങ്കിൽ. ഇനിയിപ്പോൾ ട്രിപ്പ് എവിടെ നിന്ന് വരുമോയെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. 12 മണിയായിട്ടാ. ഞാൻ ഏകദേശം ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1.5 മണിക്കൂറിനടുത്തായി. നമുക്ക് പിന്നെ ട്രിപ്പൊന്നും അടിച്ചില്ലടാ. സോ ഞാൻ നൈസായിട്ട് ഇവിടെ നിന്ന് സ്കൂട്ടാൻ വേണ്ടി പോകണേണ്. നമുക്ക് അപ്പുറത്തെ സൈഡ് എവിടെയെങ്കിലും പോയി നിൽക്കാം. ഓ എൻ്റെ
യെസ്, അത് ഭയങ്കര ഒരു ഇതാണ്ട. അയ്യോ, ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കണേന്നല്ലട്ടെ ഇതൊക്കെ. എൻ്റെ പൊന്നാശാൻ, എൻ്റെ കിളി പോയി. ട്രിപ്പില്ല ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് പോണേണെന്ന് പറഞ്ഞപ്പോൾ അതേ ട്രിപ്പ് പോന്നേക്കാൻ. അതൊരു വല്ലാത്തൊരു തന്നെ. ഞാനിതൊന്നും പറഞ്ഞു ബുക്ക് ചെയ്യിക്കണല്ലേ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി. ഞാൻ 1.5 മണിക്കൂറാണ് ഞാൻ അവിടെ നിന്ന് വണ്ടി നൈസായിട്ട് ഇറക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതേ ട്രിപ്പ് വന്നേക്കാൻ. അത് വളരെ വണ്ടർഫുള്ളായിരുന്നു കേട്ടോ അത്. എനിവേ, വണ്ടി ഇറക്കണ സമയത്ത് തന്നെ ട്രിപ്പ് കിട്ടിയാൽ എന്തായാലും നന്നായി ഗൈസ്. അപ്പോൾ കഴിഞ്ഞ കസ്റ്റമർ ഓൾറെഡി ഗൂഗിൾ പേ വഴി ചെയ്യാൻ നോക്കിയായിരുന്നു എനിക്ക് ഈ 400 റുപ്പീസ് ടിപ്പ് വന്നെന്ന് പറഞ്ഞില്ലേ ഫസ്റ്റ് കസ്റ്റമർ. അപ്പോൾ അതിലൂടെ പോയില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞ് ക്യാഷ് എടുത്ത് തന്നിട്ട് എനിക്ക് 100 റുപ്പീസ് ബാലൻസ് തന്നാൽ മതി മോനെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ മാഡം എനിക്ക് ടിപ്പാന്ന് ഞാൻ പറഞ്ഞില്ല. അധികം സംസാരിച്ചൊന്നുമില്ല പുള്ളിക്കാരത്തി. നൈസ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലോ. അപ്പോൾ മാഡം കുറച്ച് ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്തിരുന്നപ്പോൾ എനിക്ക് ഗൂഗിൾ പേയിൽ ഒരു മെസ്സേജ് വന്നേക്കാം, 400 രൂപ ക്രെഡിറ്റ് ആയെന്ന് പറയും. ഞാൻ എന്നിട്ട് ആ ഡോക്ടറിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ അവിടെ പോസ്റ്റ് അടിച്ച് നിന്നപ്പോൾ ഞാനത് ഊബറിലെ സപ്പോർട്ടിൽ വെച്ചിട്ട് ഞാൻ വിളിക്കാൻ നോക്കി ആ മാഡത്തിനെ. പക്ഷെ നടന്നില്ലടാ. ഞാൻ എന്നിട്ട് എൻ്റെ കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ച് നോക്കി. KL43 നമ്മുടെ അതുൽ മച്ചാനെ വിളിച്ച് ചോദിച്ചു, ബ്രോ ഇന്ന പോലെ കസ്റ്റമർ എനിക്ക് കാശ് കൂടുതൽ ഇട്ട് തന്നു, അപ്പോൾ അത് തിരിച്ചെങ്ങനെ കൊടുക്കാൻ പറ്റണത്, നമുക്ക് അവരെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അതുൽ പറഞ്ഞ് നമുക്ക് രക്ഷയില്ല ബ്രോ, ആ പുള്ളിക്കാരത്തി വിളിക്കണം എന്നാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന് ഞാൻ ഡോക്ടറിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് 2 മിസ് കോൾ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് പുള്ളിക്കാരത്തി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടാ. ലാസ്റ്റ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാഡം എനിക്ക് മനസ്സിലായി, മാഡത്തിന് എനിക്ക് മനസ്സിലായി, കാശ് വന്നല്ലേ, ഓക്കെ ഞാൻ ഏത് നമ്പറിലേക്ക് തിരിച്ചിടണം മാഡം എന്ന് വെച്ചു. അപ്പോൾ മോനെ ഞാൻ ഈ ഒരു നമ്പർ പറഞ്ഞുതരാം, അതിലേക്കൊന്ന് എനിക്ക് റീഫണ്ട് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു അതിനെന്താ ചെയ്തു തരാം മാഡം എനിക്ക് പറ്റി, എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ ഞാൻ നോക്കി, പക്ഷേ അത് നടപടി ആയില്ല എന്ന് പറഞ്ഞിടാ. സോ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞ് താങ്ക്സ് ഇട്ടാ, വെരി വെരി താങ്ക്സ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇട്ട് കൊടുത്തു പൈസ. എന്നിട്ട് മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതേ മോൻ്റെ നമ്പറാണല്ലേ, ഞാൻ സേവ് ചെയ്തിട്ടേക്കാം, ഇനി എല്ലാ ട്രിപ്പെല്ലാം മോനെ തന്നേക്കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആ മാഡത്തിനായിട്ട് കമ്പനി ആയിട്ടാ. നൈസ്. അപ്പം അങ്ങനെ ഒരു സീനുണ്ടായി. ഞാൻ കസ്റ്റമർ വിളിക്കുന്നുണ്ട്, ബാക്കി ഞാൻ വന്നിട്ട് പറയാം. ഊബർ ചില സമയത്തൊക്കെ ട്രിപ്പ് തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പേയ്മെൻറ്റ്, നമ്മൾ കളക്ട് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ഇല്ലേ, അതിൽ റേറ്റ് ഒന്നും കാണിക്കണില്ല. അപ്പോൾ ഞാൻ മാഡത്തിനോട് ചോദിച്ചു, മാഡത്തിൻ്റെ കയ്യിൽ എത്ര കാണിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി നോക്കിയാൽ പുള്ളിക്കാരത്തിൻ്റെ കയ്യിലും കാണിക്കണം. അപ്പോൾ ഞാനിപ്പോൾ കസ്റ്റമറുടെ അടുത്ത് നിന്ന് എത്ര രൂപ മേടിക്കും, അങ്ങനത്തെ വള്ളിയൊക്കെ. ഞാൻ എന്നിട്ട് മാഡത്തിനോട് ചോദിച്ചു, ബുക്ക് ചെയ്തപ്പോൾ മാഡത്തിന് എത്ര രൂപയാണ് കാണിച്ചത്, അതെനിക്ക് തന്നാൽ മതി, ഇനിയിപ്പോൾ നഷ്ടം ഞാൻ സഹിച്ചോളാന്ന് പറഞ്ഞു. അപ്പം മാഡം പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, എന്നാലും ഊബർ എന്താ ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് സാരില്ല മാഡം, എത്രയാണെന്ന് മാഡത്തിന് ഓർമ്മയുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 180 റുപ്പീസാണ് കാണിച്ചതെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എന്നിട്ട് 180 റുപ്പീസ് തന്നിട്ട് പോയി. എത്ര കാണിച്ചെന്ന് ദൈവത്തിന് അറിയാം. ഇപ്പം എന്തായാലും 442 രൂപ ഇട്ടിട്ടുണ്ട്. ഊബറിൻ്റെ വാലറ്റിൽ 96 രൂപ കൊടുക്കാനും കാണിക്കണ്ട കേട്ടോ. എന്താണിത്, നമ്മൾ എത്ര രൂപ മേടിക്കുമെന്നും പോലും ഇപ്പം റിഫ്ലക്റ്റ് ചെയ്യണല്ലോ. അത് ഹാപ്പൻ. ഊബർ ഉണരൂ. ആ കസ്റ്റമർ ഇപ്പം നോക്കാതെയാണ് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ഞാൻ പെട്ടാനെ, തോന്നണ റേറ്റൊക്കെ മേടിക്കേണ്ടി വന്നാനെ. ഗൈസ്, ഇവിടെ നിന്ന് പഴുത്ത് പോയി ഞാൻ. അമ്മ വേർത്ത് വെറുതെ കുളിച്ചിട്ടാ. എന്നെ നൈസായിട്ട് തണലത്ത് എവിടെയെങ്കിലും കൊണ്ടിടാം. ഇപ്പം ട്രിപ്പ് കിട്ടുമെന്ന് പറഞ്ഞ് കുറേ നേരം നിന്നു. എവിടെ ലുലു മാളിൽ പോലെ ആരുമില്ല, ഭയങ്കര ഷോണം. അതെ പട്ടപന്നട്ടി. നമ്മളേറെ കഷ്ടപ്പെടും, നമ്മളൊക്കെ കഷ്ടപ്പെടും. എവിടെ തണൽ മരങ്ങൾ? ഇവിടെ നിന്നാണ് ദൈവമേ. ഈ ഊട്ടണെടുക്കാൻ പറഞ്ഞാലാണ് പ്രശ്നം, കാരണം ബ്ലോക്കൊക്കെ. വേർ ആർ യു സ്റ്റാൻഡിങ്? യെസ്, ഊട്ടണെടുക്കേണ്ടിയിരിക്കുന്നു. ഐ തിങ്ക് ഹോസ്പിറ്റലിൽ നിന്നാണ്. അതിൻ്റെ ഉള്ളിലൊരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഹോസ്പിറ്റലിൻ്റെ പേര് ഇപ്പം തൽക്കാലം വേറെ എന്തെങ്കിലും ദിവാകരൻ ഹോസ്പിറ്റലിൽ നിന്നിടാം. അതിൻ്റെ ഉള്ളിലൊരു ഹോസ്പിറ്റലുണ്ട് കേസ്, ആ ഹോസ്പിറ്റലിൽ നിന്നാണ് അടി വന്നേക്കണം.
സോ ലെറ്റ്സ് ഗോ ആൻഡ് റൊട്ടേറ്റ് ദി വെഹിക്കിൾ. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഇംഗ്ലീഷൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ച് അച്ഛനെ നീ പൊളിയാണ് ആ ഇംഗ്ലീഷ് കേട്ടിട്ട്. എൻ്റെ പൊന്നെ, വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടപ്പോൾ ഞാൻ തന്നെ ചിരിച്ച് മരിച്ച്. എനിക്ക് പക്ഷേ ഞാൻ പറയണതൊക്കെ പുള്ളിക്കാരൻ മനസ്സിലായി, പുള്ളിക്കാരൻ പറഞ്ഞാൽ എനിക്കും മനസ്സിലായി. നമ്മ പക്ഷെ തകർത്ത് കൊടുത്തിട്ടാ ഗൈസ്, നൈസാണ്. എന്തായാലും ഞാൻ ഈ കസ്റ്റമറെ പിക്ക് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി നോക്കാടാ. ഇപ്പം സമയം 12:42. ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടാ. നമുക്ക് 140 രൂപ കിട്ടിയേക്കണം. മാഡത്തിൻ്റെ 220 രൂപ മേടിച്ചിട്ടുണ്ട് ഊബർ. ബാക്കി ഊബർ കമ്മീഷൻ കൊണ്ടുപോയി. ഒന്ന് മസാല ദോശ കഴിക്കാൻ കയറിയില്ലേ, അവിടെ കയറിയിട്ടാ. അവിടെ കയറി വെജ് മീൽസ് കഴിക്കാൻ നമുക്ക്. ഞാൻ നോക്കട്ടെ, ഓഫാക്കിയിട്ടേക്ക് എത്ര നേരം. ഞാൻ അവിടെ നിന്ന് ഫുഡ് അടിച്ച് കുറച്ച് മുമ്പോട്ട് ഇട്ടിട്ടാ ഇങ്ങോട്ട്. ഇനി ഇവിടെ കിടക്കാം, വേറെ രക്ഷയില്ല. ഇവിടെ വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് നിരന്ന് കിടക്കണേണ്ട. ഒരു തണൽ മരത്തിൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ട്രിപ്പിന് കിട്ടോ ഇല്ലെന്ന് ദൈവത്തിനറിയാം. വെയിറ്റ് ചെയ്യാൻ എന്തായാലും 2-3 അരമണിക്കൂർ ഞാനിവിടെ കളഞ്ഞു, എന്നിട്ടും ട്രിപ്പ് കിട്ടിയില്ലട്ടാ. ഇപ്പം ഞാൻ നല്ല രീതിയിൽ AC ഒന്ന് ഓണാക്കി ഇട്ടേക്കണേണ്ട, കൂട്ടിയിട്ടേക്കണേ. ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല, നല്ല ചൂടായിരുന്നു എൻ്റെ അമ്മ. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോവാം, എന്നിട്ട് പുറകോട്ട് വരാം. ഇപ്പം കറക്റ്റ് ഹോളിഡേൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇട്ടണേടാ ഫസ്റ്റ് വണ്ടി, എൻ്റെ വണ്ടി. നമുക്ക് ഇവിടെ പോസ്റ്റ് അടിച്ച് നോക്കാം. ഭയങ്കര ചൂടത്തായിരുന്നു കൈസ് ഇത്ര നേരം ഞാൻ നിന്നേച്ചത്. ഓക്കെ, എന്തായാലും ഇനി ഇവിടെ പോസ്റ്റ് അടിക്കുക. കുറച്ച് ഹോളിഡേയിൽ നിന്നൊരു ഇതടിച്ചിട്ടാ, വിജയലക്ഷ്മി മെഡിക്കൽ സെൻ്റർ, നോട്ട് ഹോളിഡേ ഇൻ. അതെവിടെയാണാവോ? നോക്കട്ടെ, ഇവിടെ നിന്നിട്ട് അറിയില്ല. ഇങ്ങനൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഇവിടെ ഹോളിഡേൻ്റെ തൊട്ട സൈഡിൽ, വിജയലക്ഷ്മി മെഡിക്കൽ സെൻ്റർ. കസ്റ്റമർ ഇവിടെ നിന്നാണ് ബുക്ക് ചെയ്തേക്കണത്. നല്ലൊരു നൈസ് കസ്റ്റമർ ആയിരുന്നേട്ടാ. പക്ഷേ ഞാനൊരു തെറ്റ് ചെയ്തു ഗൈസ്. ഹമ്പിലെ ഒരു മാപ്പ് കാണിച്ചു. അപ്പം മാഡം പറഞ്ഞു ഈ വഴി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. ഞാനത് നോക്കി ജസ്റ്റ് ഒന്ന് മാപ്പിലോട്ട് നോക്കിയതാണ്. വലിയൊരു ഹമ്പ് ഉണ്ടായിരുന്നു, ആ ഹമ്പ് അങ്ങോട്ട് ചാടി. അപ്പോൾ ഒന്നും പറ്റിയില്ല, ഓവർ സ്പീഡല്ലല്ലോ, ഒരു ജസ്റ്റ് ഒരു 30 കിലോമീറ്റർ സ്പീഡിൽ. സോ അത് ചാടിയപ്പോൾ അയ്യോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സോറി മാഡം, ഞാൻ പെട്ടെന്ന് ആ ഒരു ശ്രദ്ധ മാപ്പിലേക്ക് പോയി, അതുകൊണ്ട് പറ്റിയതാണ്ടെന്ന് പറഞ്ഞു. ലെറ്റ്സ് ഓക്കെ, എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അങ്ങനെ മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് 190 റുപ്പീസ് മേടിച്ചിട്ടാ. ജസ്റ്റ് ഒരു 4 കിലോമീറ്റേഴ്സ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ആലിഞ്ചോട് സൈഡിലാണ് നിൽക്കുന്നത്. നമുക്ക് ഈ സൈഡിൽ തന്നെ പോയി നിൽക്കാം. വരാനുള്ള വഴി തങ്ങൂല. 750 രൂപ. 3 മണിയായി, ഭയങ്കര ലാഗ് അടിച്ചാണ് ഒരു ട്രിപ്പ് അടിക്കണം കേട്ടോ. ഒലയിലൊന്നും ഓട്ടോ ഇല്ലയെന്നാണ് ഞാൻ അറിയിക്കണം. ഒരു ട്രിപ്പ് പോലെ അടിക്കണല്ലോ. ഊബറിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ അടിക്കുന്നുണ്ട്. എന്തായാലും വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഹോളിഡേൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് പെട്ടിട്ടാ. നൈസ്, അടിപൊളി. 3:30 മണിയായിട്ടാ. ട്രിപ്പൊന്നും അടിച്ചില്ല. കുറേ നേരം ഇവിടെ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി നിന്ന് പട്ട് പിടിച്ച ഐസ്. ഇനി നമുക്ക് കുറച്ച് റൈഡ് ചെയ്യാം. നമുക്ക് ഇനി പാലാരിവട്ടം സൈഡിലേക്ക് പോകാം, സ്റ്റേഡിയത്തിൻ്റെ സൈഡിലേക്ക് അങ്ങോട്ട് പോവാം. അതായിരിക്കും നല്ലത്. ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഇൻഫോ പാർക്കിന് അങ്ങോട്ടേക്കാണ് കേട്ടോ. ആ പാലാരിവട്ടം സിഗ്നലിൻ്റെ അവിടെ വന്നപ്പോൾ ട്രിപ്പ് അടിച്ച്. നന്നായി എന്തായാലും, അല്ലെങ്കിൽ അവിടെ കിടന്ന് മുടിഞ്ഞാനേ. ആക്ച്വലി ഇതിൽ ലൊക്കേഷൻ കാണിച്ചേക്കണത് സിറ്റി സിൽക്സ് എന്നാണ് കേട്ടോ. ഞാൻ സിറ്റി സിൽക്സിലേക്ക് കയറ്റി, സെക്യൂരിറ്റി ചേട്ടൻ കയറ്റി പാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മാഡം വിളിച്ചിട്ട് പറഞ്ഞു സിറ്റി സിൽക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന്. ഞാനപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് സോറി, ആള് മാറിപ്പോയി, സ്ഥലം മാറിപ്പോയി. അയാൾ സീനൊന്നുമില്ല, അയാൾ ചിരിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. ഇവിടെ എവിടെയാണ് സിറ്റി സിൽക്സ്? അവിടെ ദൈവമേ, സിറ്റി സിൽക്സ് കയറ്റി ഞാൻ പാർക്ക് ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇൻഫോ പാർക്കിലാണ് അതുകൊണ്ട് ഇറക്കിയത് മാഡത്തിനെ. നല്ലൊരു മേഡമായിരുന്നു. ആദ്യമായിട്ടാണെന്ന് പറഞ്ഞാൽ സാരി കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞേ ഫസ്റ്റ് ടൈമാണ് സാരി കൊടുക്കണത് അമ്മനെ. സോ ഒന്ന് നോക്കണേന്നൊക്കെ പറഞ്ഞു. ഒന്ന് നോക്കണേന്നല്ല, ആ മേഡം പറഞ്ഞേ
ഫസ്റ്റ് ടൈമാണ് സാരി കൊടുക്കണം മോനെ, അതുകൊണ്ട് ഒന്ന് ഉള്ളിൽ കയറ്റി നിർത്തി പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സെറ്റ് ചെയ്യാം, ഡോണ്ട് വെറി എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ഉള്ളിലോട്ട് കയറിയിട്ടാ, ഉള്ളിലോട്ട് കയറി പാർക്ക് ചെയ്ത് കൊടുത്ത്. ഒന്നും പറയണ്ട, ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി എന്ന് പറയാലോ. പുറത്തേക്ക് ഇറങ്ങാൻ ഞാൻ കിടന്ന് കറങ്ങണേ. എന്നിട്ട് അവിടെ നിന്ന് കുറേ ചേച്ചിമാരാ പറഞ്ഞത്, മോനെ അങ്ങോട്ടല്ല ഇങ്ങോട്ടേക്കാണ്. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെയാണ് ഞാൻ പോയത്. എനിവേ നൈസ്, നല്ലൊരു എക്സ്പീരിയൻസ്. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പുറത്തെ ബിൽഡിങ്ങിൽ കയറിയിട്ടുണ്ട്, ഈ ബിൽഡിങ്ങിൽ ഫസ്റ്റ് ടൈം ഞാൻ കയറണം. ഇവിടെ എവിടെയെങ്കിലും പോയി നിൽക്കാം. അവനുണ്ടോ കൊച്ചി 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 എവിടെ നിൽക്കും? കപ്പർ സൈഡ് നിൽക്കാം. ഇപ്പം 4 മണിയായിട്ടുള്ളൂ. ഇവിടെ വിടുമ്പോൾ 6 മണിയാവും. പോസ്റ്റാണ് എന്തായാലും. ലെറ്റ്സ് വെയിറ്റ് ഹിയർ. ഒരു 10-35 വയസ്സുള്ളൊരു മേഡം ഉണ്ടാ, അത്രയൊക്കെ പ്രായമുള്ളൂ. നല്ല കമ്പനിയായിരുന്നു. പുള്ളിക്കാരത്തി ഒരു ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വന്നേ. ശനിയാഴ്ചയാണ് വുമൻസ് ഡേ. അപ്പം ഇന്നാണ് അതിൻ്റെ പ്രോഗ്രാം. അപ്പം അതുകൊണ്ട് സാരി ഉടുത്തതാണ് മോനെ എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞ ശരി ചേച്ചി, സാരമില്ല ഞാൻ കൊണ്ടാക്കി തരാം, ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസിൽ ഒതുക്കിയിടാം. വെറുതെ ഓടിയിട്ട് നോ രക്ഷ. തോട്ടിപ്പോവല്ലേ ഓക്കെ. എങ്ങോട്ടാ? ഇടത്തല എവിടെയാണെന്ന് അറിയില്ല. ഇടത്തല എന്തായാലും ഞാൻ പോണേ. ഇവിടെ പോസ്റ്റ് അടിച്ച് ചെന്നിട്ട് കാര്യമില്ല. ഞാൻ പോവും എന്തായാലും ഞാൻ പോവും. സോ ലെറ്റ്സ് ഗോ. പോസ്റ്റ് അടിക്കേണ്ടി വന്നില്ല, അപ്പം തന്നെ ഇടത്തലയിലേക്ക് കിട്ടി. ഇടത്തല എവിടെയോ നല്ല പരിചയമുള്ള സ്ഥലമാണ്. പോയി പിക്കേടാ. ഇൻഫോ പാർക്കിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഇവിടുത്തെ ബിൽഡിങ്ങിൽ നിന്നാണ് അടി വന്നേക്കണേ. അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വിടുമോയെന്ന് അറിയില്ല. ബുക്കിംഗ് കാണിച്ചു കൊടുത്താൽ കയറ്റി വിടുമല്ലോ. ഓക്കെ, ഞാൻ ക്യാമറ ഓഫ് ആക്കണേണ്. ഇനി കസ്റ്റമറെ ഡ്രോപ്പ് ഇട്ടിട്ട് ബാക്കി കാണാടാ. ഗൈസ് നല്ലൊരു സാറായിരുന്നു കേട്ടോ. ഇൻഫോ പാർക്കിലാണ്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അടിപൊളി. കുറേ നേരം സംസാരിച്ച്. അതായത് നല്ല സംസാരപ്രിയനും നല്ല ഒരു ശാന്തി സമാധാനമായിട്ട് നടക്കണ ഒരു സാറ്. പുള്ളി വീട്ടിൽ കൊണ്ടു നിർത്തി കഴിഞ്ഞപ്പോൾ വളക്കണമെന്ന് വെച്ച് വീട്ടിലിട്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം, കാരണം ഇവിടെ നിന്ന് ആ ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഇല്ല. നേരെ നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോവാം, അതായിരിക്കും നല്ലത്. പൈസ എന്തോ ഒരു ചെറിയ ഓട്ടോ ഉണ്ടാ. ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരു ട്രിപ്പ് അടിച്ചൊരു 122 രൂപയുടെ ട്രിപ്പാണ്ട. നമുക്ക് പോയി ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് വരാം. സ്ഥലത്തിൻ്റെ ഒരു മനക്കപ്പടി. ഇതാണല്ലേ മനക്കപ്പടി. ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് ഞാൻ പോയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ട്രിപ്പ് പോകും. ആദ്യമായിട്ടാണ് ഞാൻ കോർട്ടിന ഹോസ്പിറ്റലിലേക്ക് കയറാൻ പോണേട്ടാ. കോർട്ടിന ഹോസ്പിറ്റൽ ഇവിടെ. സോ ഞാനൊന്ന് സെറ്റായി കൊടുക്കട്ടെ ഗൈസ്. കസ്റ്റമർ ഈസ് ദെയർ ഗൈസ്. ഇതൊരു ചെറിയ ട്രിപ്പായിരുന്നു, 3.5 കിലോമീറ്റർ ദൂരം. എനിക്ക് കിട്ടിയേക്കണത് 106 രൂപ. 150 രൂപ കസ്റ്റമറുടെ നിന്ന് മേടിച്ചു, 106 രൂപ എനിക്ക് കിട്ടി. നമ്മുടെ പൂക്കാട്ടുപടി റൂട്ടിലേക്കാണ് കയറിയേക്കണത്. ശാന്തസുന്ദരമായ സ്ഥലം. ഒരു ട്രിപ്പും കൂടി വന്നിട്ടാ. കറക്റ്റ് ക്യാമറ ഓൺ ആക്കിയപ്പോൾ തന്നെ. രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ വന്നേക്കണത്. 7 മിനിറ്റ് പോയി പിക്ക് ചെയ്യാം. കസ്റ്റമർ ബുക്കിങ് ക്യാൻസൽ അടിക്കും. ഇത് തന്നെ പരിപാടി. എന്താ സംഭവം എന്ന് ദൈവത്തിനറിയാം. അടുത്തൊന്നും വണ്ടികളില്ല എന്നൊക്കറിയാം. ഇതെന്താണ് കറുത്ത കോട തന്നെ, കരിഞ്ഞ പോക. ഗൈസ് നല്ല കസ്റ്റമർ ആയിരുന്നു കേട്ടോ. ഇവിടെയാണ് ലൊക്കേഷൻ കാണിച്ചത്.
പിന്നെ ഒരു പ്രായമായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർ പറഞ്ഞ് ലൊക്കേഷൻ ഇവിടെയാണ് കൊടുത്തേക്കണം മോനെ, പക്ഷെ വീട് അടിയിലേക്കാണ്, ഒന്ന് അവിടെ വരെ ആക്കി തരുമെന്ന് വെച്ചു. മക്കളും 2 കുഞ്ഞു മക്കളും ഒരു ചേച്ചിയും ഒരു പ്രായമായിട്ടുള്ള ഒരു ചേച്ചിയും. ഞാൻ പറഞ്ഞ ആക്കി തരാൻ കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് അവരുടെ വീടിൻ്റെ ഉള്ളിൽ കയറ്റി വളച്ച് ഉള്ളിലോട്ട് കറക്റ്റ് കാറ് കയറുന്ന വഴി ഇങ്ങനെ കുത്തനെയുള്ള ഡീപ്പായിട്ടുള്ള ഇറക്കം, വല്ലാത്തൊരു വഴിയിലായിരുന്നു ഞാൻ പോയി പെട്ടത്. അവിടെ നിന്ന് ഞാൻ ക്യാമറ ഓണാക്കില്ല, ഞാൻ ഒന്ന് വലിച്ച് കയറ്റണമായിരുന്നു. വണ്ടി കയറണ്ടേ, വണ്ടി പറഞ്ഞ കറങ്ങി കളിക്കണമായിരുന്നു. പൈസ അങ്ങനെ 5:30 കഴിക്കണ്ടായിരുന്നു, അലാറം അടിച്ചായിരുന്നു. പക്ഷേ 5:30 ഗസ്റ്റുള്ള ഉള്ളത്, ഗസ്റ്റിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റില്ല. 6 മണിയായി. പക്ഷേ 2 മണിക്കൂർ ഇടവിട്ട് കഴിക്കാനാണ് പറഞ്ഞാണ് മരുന്ന്. പൈസ ഒരു കസ്റ്റമറേയും കൂടി അടിച്ചിട്ടുണ്ടോ. നമ്മുടെ നോർത്ത് അയ്യപ്പങ്കാവുന്ന കാണിച്ചാൽ കസ്റ്റമറെ കൊണ്ട് പിക്ക് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. പിള്ളേരെ കളിക്കുന്നുണ്ട്, പതുക്കെ പോണം. യെസ്, വണ്ടി ഫീൽഡിൽ ഇറങ്ങിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരാളോട് കലിപ്പായി ഗൈസ്. കലിപ്പായെന്ന് പറഞ്ഞാൽ പക്ക കലിപ്പ്. കാരണം എൻ്റെ സകല അതും പോയി. ഒരുത്തൻ വണ്ടി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഞാനിപ്പോൾ ഈ ഡ്രോപ്പ് കഴിഞ്ഞേട്ടാ. ഡ്രോപ്പ് കഴിഞ്ഞ് ഞാൻ പുള്ളി ഇറങ്ങി പോയി. എന്നിട്ട് ഒരുത്തൻ ഫ്രണ്ടിലൊരു കാറുകാരൻ അവിടെ റോഡ് സൈഡിൽ തന്നെ നിർത്തി, അതായത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങണ സൈഡിൽ തന്നെ നിർത്തി. ഒരു 5-6 പേര്, അതിലൊരാൾ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇട്ട്. ഞാൻ വണ്ടി പോയിക്കൊണ്ടിരിക്കണല്ലേ, ഡോറ് തുറന്ന് നടക്കണേ. ഓക്കെ, അപ്പം ഞാൻ വിചാരിക്കണത് ആള് വരും. അപ്പം ഞാൻ ഇതിലെ കൂടി ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ പോയി. ഇവൻ ഞാൻ നോക്കിയപ്പോൾ കാറിൻ്റെ ഉള്ളിലിരിക്കണ ഒരുത്തൻ ബാഗ് എടുത്ത് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് ഒറ്റയിടല്. പക്ഷെ എൻ്റെ പൊന്നെ, വണ്ടി കയറി അങ്ങോട്ട് ഇറങ്ങി. എന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും വണ്ടി കയറി അങ്ങോട്ട് ഇറങ്ങി. വണ്ടിയുടെ ബമ്പറൊന്നും പറ്റില്ല. ഞാൻ ഷോക്കായി പോയി. ഞാൻ വിചാരിച്ചത് എന്താ, ഞാൻ പ്രതീക്ഷിക്കണില്ലല്ലോ, എന്തോ ഒരു സാധനം ഫ്രണ്ടിൽ കൂടി അങ്ങോട്ട് വരുന്നു. വണ്ടി അങ്ങോട്ട് കയറി അങ്ങോട്ട് ഞാൻ നോക്കി ഇങ്ങനെ ഞാൻ കുലുങ്ങി കഴിഞ്ഞ് ഞാൻ വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ട് ഞാനവിടെ കൊറേ കൊടുത്തു. അവന്മാരൊന്നും മിണ്ടില്ല. ഒരു 5-6 പേരുടെ ഒന്നും മിണ്ടില്ല, നിന്നങ്ങോട്ട് കേട്ടല്ല. അത്ര പൊളിഞ്ഞെന്നൊക്കെ പറയില്ല, പണ്ടാര പൊളി. എന്ന് ആലോചിച്ച് നോക്കിയ വല്ല ആ ബാഗ് എടുത്ത് എറിയണമെങ്കിൽ ഇവിടെ കിട്ടാൻ ഒട്ടിയതെങ്കിൽ ഞാൻ ഒട്ടും വിടൂലായിരുന്നു. ഇത് വണ്ടി കയറി അങ്ങോട്ട് ഇറങ്ങി അവൻ്റെ ബാഗിൽ കൂടി. എന്നിട്ട് അവൻ എന്നോടക്കിയിട്ട് ഇങ്ങനെ കാണിക്കണം. അങ്ങനെ കൂടെ കാണിച്ചുകൊണ്ടപ്പോൾ ഞാൻ വെറുതെ വിടുമോ, ഒടുത്തിറങ്ങിയിട്ട് അങ്ങോട്ട് വണ്ടി എടുത്തിട്ട് ആദ്യത്തെ ടൈമാണ് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാവുന്നത്. എന്നാൽ റെയിൽവേ സ്റ്റേഷനാണ്, നോക്കിയാൽ ബാഗ് എടുത്ത് അവനെ എറിഞ്ഞേക്കണം. ഡോറ് തുറന്ന് നടക്കണം പകുതി. ഞാനിതിലേ കൂടി കസ്റ്റമർ പാസ് ചെയ്ത് ഞാൻ അങ്ങോട്ട് പോകണം. ഫ്രണ്ടിലേക്കൊരു ബാഗ് അങ്ങോട്ട് വന്ന് വീഴുന്നു. അത് മറ്റേ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ വലിയ ബാഗില്ലേ, ആ സാധനം അതങ്ങോട്ട് കയറ്റി അങ്ങോട്ട് ഇറക്കി. പൊന്നെ, എൻ്റെ നെഞ്ചൊന്ന് കത്തിപ്പോയി. ഞാൻ വിചാരിച്ച് വേറെ എല്ലാവരും വന്ന് ഇങ്ങനെ പറന്ന് വീണായിരിക്കുമെന്ന്. ഓരോരോ വധൂരികൾ വരും ബാക്കിയുള്ളവനെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി. ഞാനിപ്പോൾ നേവിഗേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. ആ നേരെ കൊച്ചിയിലേക്ക് ഞാൻ നേവിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ പരിപാടി ഞാൻ കിളി പോയി ഗൈസ്. എൻ്റെ ആലോചിച്ച് നോക്കിയേ, എന്താണ് ആ കാറിൽ നിന്ന് ഇറങ്ങി വന്നേന്നറിയില്ലല്ലോ. ഇറങ്ങിയല്ല വന്നെ, കാറിൽ നിന്ന് പറന്ന് വന്നിട്ട് വീഴണേണ് അങ്ങോട്ട്. മറ്റേ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ വലിയ ബാഗില്ലേ, ആ സാധനമാണ്. പൊന്നെ, ഞാൻ നല്ലോണം കൊടുത്തിട്ടാ. എൻ്റെ ഫ്രസ്ട്രേഷൻ മൊത്തം ഞാൻ അവനെ തീർത്തിട്ടുണ്ട്. അവൻ നിന്നങ്ങോട്ട് കേട്ടു. ഓ പൂഴങ്കളി പണ്ടാരം പിടിക്കാൻ. ഞാൻ ആലോചിച്ച് നോക്കിയാൽ വല്ല ബൈക്കിന് ആരെങ്കിലും പോണേന്നുണ്ടെങ്കിൽ ആ ബാഗിൻ്റെ വെയിറ്റ് കൊണ്ടിട്ട് ബൈക്ക് തലയും കുത്തി വീഴൂലേ. ആ ബൈക്കിൽ ഒരു ചെറിയ കൊച്ചും കൂടി ഉണ്ടെങ്കിൽ ഒരു 6 മാസം പ്രായമുള്ള, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇറങ്ങി ചകള പിടിച്ച് 2 പൊട്ടിക്കണ്ടായിരുന്നു. ഇപ്പോഴും കലി മാറിയിട്ടില്ല. ബാഗിൽ എന്തോ പൊട്ടണ സാധനം എന്തോ ഉണ്ടെന്നോണ്. എന്തായാലും ബാഗ് ഞാൻ കയറ്റി ഇറക്കിയിട്ടുണ്ട്. പക്ഷെ പൊന്നെ, ഓരോരോ വധൂരികൾ വരും ബാക്കിയുള്ളതിനെ ടെൻഷനാക്കാൻ വേണ്ടി. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും അത് പറ. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഉള്ളിലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയണ ഒരുത്തനാണ്. എനിക്കതൊട്ടും പിടിച്ചില്ല ഗൈസ്. എൻ്റെ പൊന്നെ, ആ കസ്റ്റമർ ഉണ്ടായിരുന്നെങ്കിൽ കസ്റ്റമർ ഇറങ്ങി 2 പൊട്ടിച്ചാനെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര സീനായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ക്യാമറ ഒരെണ്ണം മസ്റ്റായിട്ട് സെറ്റ് ആക്കണോടെ. ഈ ഫീൽഡിൽ ഇറങ്ങണവർ എന്തൊക്കെ വന്നാലും ക്യാമറ ഇല്ലാന്നുണ്ടെങ്കിലേ
വള്ളി വന്ന വഴി അറിയാൻ പറ്റില്ലടാ സത്യം. ഇപ്പം ഈ ഒരു ബാഗ് വീണപ്പില്ലേ, ഞാൻ വേറെ ഒരാൾ കള്ളു കുടിച്ചിട്ട് വീണ് അതിൻ്റെ മേളിൽ കൂടി കയറി പോയി എന്നുള്ള ചിന്ത വരെ എനിക്ക് വന്നുപോയി. ഞാൻ ഷോക്കായി പോയി. എന്ത് സാധനത്തിലാണ് ഈ കയറി പോണേന്ന് അറിയില്ലല്ലോ. കാറിൽ നിന്നൊരു സാധനം ഇങ്ങനെ വരുന്നു, വീഴുന്നു. അത് മറ്റേ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ബാഗില്ലേ, ആ വലുത്, ആ സാധനമാണ് വീണത്. എന്തോ ഒന്നും പറ്റിയില്ല. വായതിന് ബബ്ബർ പോയെന്ന് വിചാരിച്ചു ഞാൻ. ബബ്ബറിനൊന്നും പറ്റിയില്ല. എന്തോ ഒരു മനുഷ്യന്റെ മേത്ത് കൂടി കയറി ഇറങ്ങി പോകൂലേ, ആ ഒരു ഫീലായിരുന്നു ആ ബാഗിൽ കൂടി കയറി ഇറങ്ങിയപ്പോ. എന്റെ കിളി പോയി എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു വച്ചാമാരെ, കിളി പോയി. വണ്ടി അങ്ങോട്ട് നിർത്തി നല്ലോണം അങ്ങോട്ട് കൊടുത്തൊക്കെ തിന്നിട്ടും നമ്മളാ ഡ്രൈവർ ബ്രോ അവിടെ നിന്ന്, ഡ്രൈവർ വച്ചാൻ അവിടെ നിന്ന് കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കണായിരുന്നു. ഒരു പാവം പിടിച്ചോരത്തനാണ്ടാ, ഇരട്ടിക്കായിരുന്നു. പുള്ളി ഒന്നും മിണ്ടില്ല. പുള്ളിയുടെ ഭാഗത്തല്ലല്ലോ തെറ്റി, അവന്മാരുടെ ഭാഗത്തല്ലേ. അവന്മാരൊന്നും മിണ്ടണല്ലോ. എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് അവിടുത്തെ ഇങ്ങനെ അടിച്ചു എന്താണെന്ന്. ബാഗ് കൂടി കയറ്റിയപ്പോ ബാഗ് പറന്നു വന്നെൻ്റെ വണ്ടിയിലേക്ക് വീണതാണ്. വണ്ടിയിലേക്കല്ല, ഫ്രണ്ടിലേക്ക് വീണതാണ്. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് എന്താണെന്ന്. ഞാൻ അവിടെ പറഞ്ഞ ഡയലോഗുകൾ അവിടെ നിന്നേച്ചവരൊക്കെ കേട്ടിട്ടുണ്ട്. അത് അവർക്കെല്ലാവർക്കും ഒരു സമാധാനമായിട്ടുണ്ട്. കാരണം ഞാൻ ആ 2 വാക്ക് പറയാതെ പോയില്ലല്ലോ എന്ന് ഓർത്ത് അവർ സന്തോഷിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ട്രാഫിക് പോലീസുകാരനാണെന്ന് തോന്നുന്നു. പോലീസുകാരനാണ് ഗാർഡാണെന്ന് അറിയില്ല. പുള്ളിക്കാരൻ അവിടെ വായും പിടിച്ചിങ്ങനെ നിൽക്കണ്ടായിരുന്നു. എന്താ അവരും നോക്കുമ്പോൾ ഇതെന്താണ് സംഭവിക്കണത്. ബാഗ് പറന്നു തന്നെ. ഗാർഡാണ്, മറ്റേ പോലീസുകാരനല്ല, മറ്റേ ട്രാഫിക് പോലീസുകാരനെങ്കിൽ എനിക്ക് തോന്നണം മറ്റേ ആരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആരും നമ്മുടെ അടുത്തേക്ക് വന്നില്ല. ഈ സംഭവം ഇത്ര സൗണ്ട് ഉണ്ടാക്കിയിട്ടും ഒച്ചപ്പാടുണ്ടാക്കിയിട്ടും ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നില്ല. എല്ലാവരും നോക്കിയിരുന്നു, കഥ കേട്ട്, അത്രേ ഉള്ളൂ. എൻ്റെ അമ്മോ, അത് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. നമ്മളിപ്പോൾ പെട്ടെന്നൊരു സംഭവം വന്ന് ഫ്രണ്ടിലേക്ക് വീഴുമ്പോൾ നമ്മ ആ ഷോക്കിൽ ഇറങ്ങി പോണേല്ലേ. വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള മൂടൊന്നുമല്ലല്ലോ ആ സമയത്ത്. അതിൻ്റെ ഇടയിൽ ക്യാമറ കൊണ്ട് വെച്ച്, തലയെ കൊണ്ട് വെച്ച്, എന്നിട്ട് എന്താണെന്ന് ചോദിക്കാനുള്ള മൂടല്ലല്ല, ഇറങ്ങി അടിച്ചെല്ലാനാണ്. വണ്ടീൻ്റെ ഫ്രണ്ടിൽ എന്ത് സാധനമാണ് വന്ന് കിടക്കണേ നോക്കാൻ. ഇന്ന് ഈ പ്രാവശ്യം വീഡിയോ തുടങ്ങിയപ്പോൾ ഒരാള് വെള്ളം അടിച്ചിട്ട് വീണ്. വീഡിയോ അവസാനിക്കുമ്പോൾ പറന്നു വന്ന് ബാഗ് വീണ്. എന്തായാലും വല്ലാത്തൊരു ദിവസമായിരുന്നു. നമ്മൾ എത്ര രൂപ സമ്പാദിച്ചെന്ന് വെച്ചാൽ ഒരു 1800 രൂപ അടുത്ത് എത്തിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത്ര നേരം കിടന്ന് കറങ്ങിയിട്ട് അല്ലാത്ത ശോകം ഡേയ്സാണ് കടന്നു പോയിക്കൊണ്ടിരിക്കണം. ഞാൻ ഇനി എന്തായാലും വീട്ടിലോട്ട് കയറാൻ. എന്താ ഞാൻ ബ്ലാക്ക് ഔട്ടായി. ഇനി വലിച്ചിട്ട് കുളമാക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നീണ്ട കഥകളും ഒക്കെ, നല്ല നല്ല കഥകളൊക്കെ ഇനിയും കാണാനും കേൾക്കാനൊക്കെ ഉള്ളതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ മച്ചന്മാരെ. എൻ്റെ ദൈവമേ, നീല ലൈറ്റും കത്തിച്ചിട്ട് പോണാട്ടാ. എന്താണത്? വാട്ട് ആർ യു ഡൂയിങ് ദീസ് ഗൈസ്? ഇടിയായവളാ 2 ബസ്സും കൂടി മട്ട് വിട്ട് വെച്ചേക്കണം അങ്ങോട്ട്. ഇടിയാണോടാ, പെരുന്നാളിടി. വണ്ടി എടുത്ത് വാട്ടറാ. ഏത് കിഴങ്ങന്മാരാണ്. ശേ, വട്ടം വെച്ച അവിടെ കിടന്ന് ഇടിയാണ്. മത്സരോട്ട ഇടി. ഒരാവശ്യമില്ല. എന്തോ വള്ളി ഒപ്പിച്ചിട്ടുണ്ട് കണ്ടും പോയി ആ സംഭവം. ആ പുള്ളി വട്ടം വെച്ച് ഈ പുള്ളിനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് സംഭവം. ഇനി ഈ പുള്ളി ആ ദേഷ്യത്തിൽ വലിച്ചു കയറി ഇപ്പൊ കയറൂട്ടാ. കേറ്. എൻ്റെ വണ്ടിക്കിട്ട് വല്ല മുട്ടിക്കഴിഞ്ഞാൽ മോനെ, എൻ്റെ പൊന്നു മോനെ. ഒരാവശ്യമില്ല. ഇതൊക്കെ സർവ്വസാധാരണ. എന്തായാലും ഈ പുള്ളിയുടെ വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. മറ്റേ പുള്ളി എന്തായാലും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഇത്ര നേരം ബ്ലോക്കിൽ കിടന്ന് സംഭവിച്ചത്. ബാക്കിയുള്ളവർ എല്ലാവരും റോട്ടിൽ കിടന്ന് അനുഭവിക്കുക. കീ എന്ന് പറഞ്ഞ അടിച്ചോണ്ടിരിക്കുക. ദാറ്റ്സ് കൊച്ചി ഗൈസ്. ഇനിയും ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അത് ഇനിയിപ്പോ ഈ പുള്ളിയുടെ ഒഴിവായിരിക്കും ചിലപ്പോൾ. ഇനി അതിന്റെ ഫ്രണ്ടിൽ കൊണ്ടേ വട്ടം വെച്ചിട്ട് കഥ പറയും. പുള്ളിക്ക് വയറിറച്ച് കിട്ടിയേക്കൊണ്ട് പുള്ളി
വേണ്ട, ഇനി നാളത്തേക്ക് മതി. മൂടാൻ. ദൈവമേ, മസ്റ്റായിട്ട് വേണ്ടത് ക്യാമറയാണ്, മസ്റ്റായിട്ട്. ഗൈസ് ഞാൻ ഇനി വലിച്ചു നീട്ടള്ള, കുറെ നേരം വലിച്ചിട്ട് കൊളോക്കള്ള എന്നാണ്. ഇതൊക്കെ തന്നെ കാഴ്ചകൾ. ഇത് ഫുൾ ടൈം ഇതൊക്കെ തന്നെ. വണ്ടി ആയതുകൊണ്ട് നിങ്ങൾ ക്യാമറ ഉണ്ടെങ്കിലേ ഇതൊന്നല്ല എന്തൊക്കെ കാണണമെന്ന് അറിയാൻ, എന്തൊക്കെ കേൾക്കുന്നു. കിടിലൻ കാഴ്ചകളും എല്ലാം കാണുന്നത്. കണ്ട റോഡിൽ നിന്ന് നടുക്ക് നിർത്തിയിട്ട് ഓട്ടി കയറുന്നു. എന്തൊക്കെ കാണാൻ കിടക്കണം. നല്ല കാഴ്ചകൾ ഇനിയും കാണിച്ചു തരുന്നതാണ്. ഓക്കെ, കൊച്ചിയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇതൊക്കെ കുറേ മീഡിയകൾ എല്ലാവരും എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ട് ഒരു ഉപയോഗമില്ല. അതങ്ങനെയാണ്, ആർക്കും മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കണേടാ. നിങ്ങൾ എൻ്റെ മുമ്പിൽ ഞാൻ പറയണതിനെക്കാട്ടും നല്ല നിങ്ങൾ എൻ്റെ മുമ്പിലൂടെ കാണുകയാണ് കാഴ്ചകളൊക്കെ. സോ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കും ബുദ്ധിയുള്ളതല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. നാളെ എനിക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകേണ്ട കാര്യമുണ്ട്. അതെന്താണെന്ന് നാളത്തെ വ്ളോഗിൽ കാണിച്ചു തരാം. മുട്ട സീനാണ്. നമ്മ എടപ്പള്ളി സ്റ്റേഷനിലേക്ക് എന്നെ വിളിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. നാളെ എന്തായാലും പോകേണ്ടി വരും. അപ്പോൾ അടുത്ത വീഡിയോ സീനാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഈ പള്ളുരുത്തി അമ്പലത്തിൽ കാവടി തുടങ്ങിയിട്ടില്ല ഗൈസ്. ഇനി കാവടി കാണാൻ വേണ്ടി പോകണേണ്ട. 7:30 മണിയായി.